ഹലോ എവരി വൺ. ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഫിഫ്ത്ത് സെമിസ്റ്റർ അക്കൗണ്ടിംഗ് ഫോർ മാനേജ്മെൻറ്റിൻ്റെ റേഷ്യോ അനാലിസിസിലെ പാർട്ട് 2 പോർഷനാണ്. അതിൽ എന്താണ് ലിവറേജ് റേഷ്യോ അല്ലെങ്കിൽ സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞു. സോൾവൻസി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ഓഫ് എ ഫേം ടു പേ ഇറ്റ്സ് ഔട്ട്സൈഡ് ലയബിലിറ്റീസ്. ഒരു കമ്പനിക്ക് ആ കമ്പനിയുടെ പുറമേ ഉള്ള ബാധ്യതകൾ കൊടുത്തു തീർക്കാനുള്ള ഒരു കഴിവാണ് സോൾവൻസി. അതിൽ ഷോർട്ട് ടേം സോൾവൻസി ഉണ്ട്, ലോങ് ടേം വിത്തിൻ 1 ഇയർ കൊടുത്തു തീർക്കേണ്ട ബാധ്യതകൾ കൊടുക്കാനുള്ള കഴിവിനെ ഷോർട്ട് ടേം സോൾവൻസി അല്ലെങ്കിൽ ലിക്വിഡിറ്റി എന്ന് പറയും. അടുത്തത് ലോങ് ടേം സോൾവൻസി. ഇനി അടുത്തത് പറയാനുള്ളത് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലിവറേജ് റേഷ്യോസ് ആണ്. അതിലൊന്ന് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ഡെപ്റ്റും ഇക്വിറ്റിയും തമ്മിൽ ഉള്ള ബന്ധം കാണിക്കുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറമേ ഉള്ള ദീർഘകാല കടങ്ങളെയാണ് എന്ത് പറയുന്നത്, ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സ്, മോർഗേജ്, ലോങ് ടേം ലോൺസുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ്, റിസർവ് ആൻഡ് സർപ്ലസ്, അതിൽ നിന്നും അക്യുമുലേറ്റഡ് ലോസസ് ലെസ് ചെയ്യാം. അടുത്ത ടോട്ടൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ ആണ്. ഇവിടെ ടോട്ടൽ ഡെപ്റ്റ്, അതിൽ കറണ്ട് ലയബിലിറ്റി ആൻഡ് ലോങ് ടേം ലയബിലിറ്റി, ഇത് രണ്ടും ഇൻക്ലൂഡഡ് ചെയ്യും. പിന്നെ എന്ത് തമ്മിലുള്ളത്, ആൻഡ് ഇക്വിറ്റിയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് എന്ത് വരുന്നത്, ടോട്ടൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ടോട്ടൽ ഡെപ്റ്റ് ടു ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്വേഷൻ വരുന്നത് ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഷോർട്ട് ടേം ഡെപ്റ്റ് പ്ലസ് ലോങ് ടേം ഡെപ്റ്റ്. അത് ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറണ്ട് ലയബിലിറ്റീസ് ആണ്. ലോങ് ടേം ഡെപ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാലും അവിടെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ള സെയിം സംഭവം തന്നെയാണ്. ദെൻ അടുത്തത് പ്രൊപ്രൈറ്ററി റേഷ്യോ ആണ്. പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട്, ടോട്ടൽ അസറ്റ്സ്, ഇത് തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ഒരു കമ്പനിയുടെ ടോട്ടൽ അസറ്റ്സിൽ എത്ര ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇക്വേഷൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്സ്. അടുത്തത് പറയാനുള്ളത് സോൾവൻസി റേഷ്യോ അല്ലെങ്കിൽ റേഷ്യോ ഓഫ് ടോട്ടൽ അസറ്റ്സ് ടു ടോട്ടൽ ഡെപ്റ്റ്. ഇത് ടോട്ടൽ അസറ്റ്സും ടോട്ടൽ ലയബിലിറ്റീസും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നതാണ് സോൾവൻസി റേഷ്യോ. സോ സോൾവൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. അടുത്തത് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ്സ് ടു പ്രൊപ്രൈറ്റേഴ്സ് റേഷ്യോ. ഇക്വേഷൻ എന്താ വരുന്നത്, ഫിക്സഡ് അസറ്റ്സ് ഡിവൈഡഡ് ബൈ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്. ഫിക്സഡ് അസറ്റ്സിൽ എത്രത്തോളം പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് ഫിക്സഡ് അസറ്റ്സ് ടു നെറ്റ് വർത്ത് റേഷ്യോ എന്ന് പറയുന്നത്. അടുത്തത് ഏതാണ്, ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ ആണ്. ഫിക്സഡ് അസറ്റ്സും ലോങ് ടേം ഫണ്ട്സും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്നതാണ് ഏത് വരുന്നത്, ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ. ഫിക്സഡ് അസറ്റ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. ലോങ് ടേം ഫണ്ട് എത്രത്തോളം ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അത് തമ്മിലുള്ള പ്രപ്പോർഷനാണ്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് കാൽക്കുലേറ്റ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആൻഡ് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ആദ്യം നമ്മളോട് പറഞ്ഞ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കാണാനാണ്. അപ്പോൾ ഡെപ്റ്റ് എന്താണെന്നുള്ളത് ദീർഘകാല കടങ്ങൾ മാത്രം എടുക്കുക. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. പിന്നെ അടുത്ത ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഷോർട്ട് ടേം എടുക്കണം, ലോങ് ടേം എടുക്കണം. ഓക്കെ. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഷെയർസ് തന്നിട്ടുണ്ട് 2 lakhs, പ്രിഫറൻസ് ഷെയർസ് 1 lakh, ജനറൽ റിസർവ് 90,000, P&L അക്കൗണ്ട് 60,000, ഡിബഞ്ചേഴ്സ് 1,50,000, കറന്റ് ലയബിലിറ്റി 80,000, പ്രിലിമിനറി എക്സ്പെൻസസ് 20,000. സോ ഹിയർ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി ആണ്. അപ്പൊ ഡെപ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ, ഇതിൽ ആകെ ഒറ്റ ഡെപ്റ്റേ ഉള്ളൂ. അതെന്താണ്, 15% ഡിബഞ്ചേഴ്സ്. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ദീർഘകാല ഇത് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ ഡിബഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ, അത് 1,50,000. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി പ്ലസ് പ്രിഫറൻസ് പ്ലസ് ജനറൽ റിസർവ് പ്ലസ് P&L അക്കൗണ്ട് മൈനസ് പ്രിലിമിനറി എക്സ്പെൻസ്. അപ്പോൾ അതാണ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ എമൗണ്ട് എല്ലാം എടുത്ത് മൈനസ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി, 4,30,000. ആദ്യത്തെ എമൗണ്ടുകളെല്ലാം പ്ലസ് ചെയ്തു, അതിൽ നിന്ന് അക്യുമുലേറ്റഡ് ലോസസ് നമ്മൾ മൈനസ് ചെയ്തു. ഇനി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 1,50,000 ഡിവൈഡഡ് ബൈ ഈ 4,30,000 എന്ന് പറഞ്ഞാൽ 0.35:1 എന്ന് പറയും കേട്ടോ.
35:1 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അടുത്തത് ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണ്. ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ടോട്ടൽ ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാലേ ഇവിടെ നോക്കൂ, ഇവിടെ ഡിബഞ്ചറും ഉണ്ട്, അത് ലോങ് ടേം. ഇതെന്താണ്? കറണ്ട് ലയബിലിറ്റി, ഷോർട്ട് ടേം. ഈ രണ്ടെണ്ണമാണ് ഉള്ളത് ഡെപ്റ്റുകളായിട്ട്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മൾ എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. ഡിബഞ്ചറും കറണ്ട് ലയബിലിറ്റി 2,30,000. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് 4,30,000 ആണെന്ന്. സോ ടോട്ടൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ 2,30,000 ഡിവൈഡഡ് ബൈ 4,30,000 ഈസ് ഈക്വൽ ടു 0.53:1. അടുത്തത് ഫ്രം ദ ഫോളോയിങ് ഇൻഫോർമേഷൻ കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ ആൻഡ് സോൾവൻസി റേഷ്യോ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 2 lakhs തന്നിട്ടുണ്ട്, പ്രിഫറൻസ് തന്നിട്ടുണ്ട്, റിസർവ്, പിയാൻഡൽ, ഡിബഞ്ചർ, സൺട്രി ക്രെഡിറ്റേഴ്സ്, കറണ്ട് അസറ്റ്സ്, then ഫിക്സ്ഡ് അസറ്റ്സ്, ഇൻവെസ്റ്റ്മെന്റ്സ്. ഇനി പ്രൊപ്രൈറ്ററി റേഷ്യോയുടെ ഇക്വേഷൻ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ആണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കാണും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്, ജനറൽ റിസർവ് ഉണ്ട്, പിയാൻഡൽ ഉണ്ട്. ആ 4 ഐറ്റം വരും. ആ 4 ഐറ്റം കൂടി എന്ത് ചെയ്തു? പ്ലസ് ചെയ്തു. 4,20,000. ടോട്ടൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ഉണ്ട്, ഫിക്സ്ഡ് അസറ്റ്സ് ഉണ്ട്, ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട്. ഇത് മൂന്നും കൂടി പ്ലസ് ചെയ്തു. ഇനി പ്രൊപ്രൈറ്ററി റേഷ്യോ 4,20,000 ഡിവൈഡഡ് ബൈ 7 lakh. 0.6:1 അല്ലെങ്കിൽ 60%. ഇനി അടുത്തത് നമുക്ക് സോൾവൻസി റേഷ്യോ ആണ് കാണാനുള്ളത്. ടോട്ടൽ അസറ്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഡെപ്റ്റ്. ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് 7 lakh. ടോട്ടൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാലേ ഡിബഞ്ചറും ഉണ്ട്, ക്രെഡിറ്റേഴ്സും ഉണ്ട്. ഡിബഞ്ചർ 2,50,000, ക്രെഡിറ്റേഴ്സ് എത്രയുണ്ട്? 1,20,000 ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി പ്ലസ് ചെയ്താൽ 3,70,000 കിട്ടും കേട്ടോ. അപ്പോൾ ഇനി സോൾവൻസി റേഷ്യോ 7 lakh ഡിവൈഡ് ബൈ 3,70,000 1.89:1. അടുത്തത് പറയാനുള്ളത് കാൽക്കുലേറ്റ് ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ. ഇക്വിറ്റി, പ്രിഫറൻസ്, ലോങ് ടേം ലോൺസ്, 6% ഡിബഞ്ചേഴ്സ്, റിസർവ് ആൻഡ് സർപ്ലസ്, കറണ്ട് ലയബിലിറ്റി, ഫിക്സഡ് അസറ്റ്സ് നെറ്റ്, ദെൻ കറണ്ട് അസറ്റ്സ്. എന്താണ് ഇക്വേഷൻ? ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ഫിക്സഡ് അസറ്റ് നെറ്റ് എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ഡിഡക്റ്റിംഗ് ഡിപ്രീസിയേഷൻ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര തന്നെ എടുക്കാം? 7,50,000 തന്നെ എടുക്കാം. പിന്നെ ലോങ് ടേം ഫണ്ട്സ്, അതായത് ക്യാപിറ്റൽ എംപ്ലോയിഡ്, മൊത്തം ഫണ്ട് അതിൽ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ എത്ര കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്, ലോങ് ടേം ഉണ്ട്, പിന്നെ ഡിബഞ്ചർ, പിന്നെ എന്തൊക്കെയുള്ള റിസർവ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ലോൺസ് അല്ലേ. ഇക്വിറ്റി ഉണ്ട്, പ്രിഫറൻസ് ഉണ്ട്, റിസർവ് ആൻഡ് സർപ്ലസ്, ലോങ് ടേം ലോൺസ്, ഡിബഞ്ചർ. ടോട്ടൽ എത്ര കിട്ടി? 6 lakhs. ഫിക്സഡ് അസറ്റ്സ് റേഷ്യോ 7,50,000 ഡിവൈഡഡ് ബൈ 6 lakhs 1.25:1. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലീവറേജ് റേഷ്യോയിൽ പ്രധാനമായിട്ടും വരുന്നത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ആക്ടിവിറ്റി റേഷ്യോ അല്ലെങ്കിൽ എഫിഷ്യൻസി റേഷ്യോനെ കുറിച്ചായിരിക്കും പറയുന്നത്. ഓക്കെ, താങ്ക് യു.